നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ 17/6/2017 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടന്ന മലപ്പുറം ജില്ലയിലേക്കും തിരുവനന്തപുരം ജില്ലയിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള LD ക്ലർക്ക് 2017 പരീക്ഷയിലെ ഗണിത വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഇത് ഈ സെക്ഷനിൽ നിന്നുമുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിനു മുൻപായി 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 5 ചോദ്യങ്ങൾ വീതം ഉൾക്കൊള്ളുന്ന 2 വീഡിയോകളായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപുള്ള ചോദ്യങ്ങൾ കാണേണ്ടവർ ദയവ് ചെയ്ത് ആ 2 വീഡിയോകൾ കൂടി കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. 11ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 25x75, ഓപ്ഷൻ ബി 22x78, ഓപ്ഷൻ സി 76x24, ഓപ്ഷൻ ഡി 74x26. ഈ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതേത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗുണിതങ്ങളിൽ വളരെയധികം വേഗത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള മാർഗം പറഞ്ഞു തരാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഇവിടെ നമ്മൾ ഇതിനെ പരസ്പരം ഗുണിച്ച് തന്നെയാണ് ഉത്തരങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് 25 × 75 നോക്കാം. അപ്പോൾ നമുക്ക് ഗുണനഫലം കിട്ടും 1875. അടുത്തതായി നമുക്ക് ഓപ്ഷൻ ബിയിലെ 22 × 78 നോക്കാം. അവിടെ നമുക്ക് ഗുണനഫലം 1716 എന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷൻ സിയിലെ 76 × 24 നോക്കാം. അവിടെ നമുക്ക് ഗുണനഫലം 1824 എന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷൻ ഡിയിലെ 74 × 26 എന്നുള്ളത് നോക്കാം. അവിടെ നമുക്ക് ഗുണനഫലം 1924 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയ ഗുണനഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് 1924 ആണ് വലുത്. അതായത് ഇവിടെ 74 × 26ന്റെ ഗുണനഫലമായിട്ടുള്ള 1924 ആണ് വലുത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടും. ഉത്തരം ഓപ്ഷൻ ഡി 74 × 26. ഇവിടെ ഈ ചോദ്യം വളരെയധികം വേഗത്തിൽ ചെയ്യാനുള്ള എന്തോ ഒരു മാർഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PSC ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഓപ്ഷൻസ് എല്ലാം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഓപ്ഷൻ എയും ബിയും സിയും ഡിയിലെ സംഖ്യകൾ, അതായത് 25ഉം 75ഉം കൂട്ടിയാൽ 100 കിട്ടും, 22ഉം 78ഉം കൂട്ടിയാൽ 100 കിട്ടും, 76ഉം 24ഉം കൂട്ടിയാലും 100 കിട്ടും, 74ഉം 26ഉം കൂട്ടിയാലും 100 കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു കുറുക്കുവഴി ഒളിഞ്ഞിരിപ്പുണ്ട്. ഗുരുകുല ഭാരതത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ചോദ്യം ചെയ്യാനുള്ള എളുപ്പവഴി അറിയാമെങ്കിൽ അവ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? ഓപ്ഷൻ എ 125, ഓപ്ഷൻ ബി 128, ഓപ്ഷൻ സി 129, ഓപ്ഷൻ ഡി 130. മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100നും 999നും ഇടയ്ക്കുള്ള സംഖ്യകളായിരിക്കും വരുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് 100നും 999നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കണ്ടെത്തണം. ആദ്യ സംഖ്യ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ സാധിക്കുന്നതാണ് 101. അതായത് 14 × 7 98 എന്ന് കിട്ടും. 98ന്റെ കൂടെ ശിഷ്ടം 3 കൂട്ടുമ്പോൾ 101 എന്ന് കിട്ടും. അതായത് നമ്മുടെ ആദ്യത്തെ സംഖ്യ 101. അടുത്തതായി നമുക്ക് കണ്ടെത്തേണ്ടത് അവസാന സംഖ്യയാണ്. അവസാന സംഖ്യ നമുക്ക് കിട്ടും 997. അതായത് 142 × 7 994. അതിൻ്റെ കൂടെ ശിഷ്ടം 3 കൂട്ടുമ്പോൾ 997. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കിട്ടിയ കാര്യങ്ങളെല്ലാം എഴുതാൻ പോവുകയാണ്. അതായത് ആദ്യ സംഖ്യ T1 = 101, അവസാന സംഖ്യ Tn = 997. അടുത്തതായിട്ട് പൊതുവ്യത്യാസം D = 7. ഇവിടെ നമ്മളിപ്പോൾ ആദ്യ സംഖ്യ എഴുതി, അവസാന സംഖ്യ എഴുതി, പൊതുവ്യത്യാസം എഴുതി. അതായത് ഇവിടെ 100നും 999നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഒരു സംഖ്യാശ്രേണിയാണ് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമവാക്യമുണ്ട്. അതായത് nth ടേം കാണാൻ Tn = T1 + n - 1 × d. ഇവിടെ നമുക്ക് Tn അറിയാം, T1 അറിയാം, D അറിയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് n ആണ്. എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സമവാക്യം ഇവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് സമവാക്യത്തിലേക്ക് വിലകൾ ഇട്ട് കൊടുക്കാം. അതായത് 997 = 101 + n - 1 × 7 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 101 കൂട്ടിയിരിക്കുകയാണ്. ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ കുറയ്ക്കണം. അതായത് 997 - 101 = n - 1 × 7 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 997ൽ നിന്നും 101 കുറച്ച് കിട്ടിയ 896നെ n - 1ന്റെ കൂടെ കിടക്കുന്ന 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് n - 1 = 128 എന്ന് കിട്ടും. അവിടുന്ന് n കണ്ടുപിടിക്കാൻ nന്റെ കൂടെ കിടക്കുന്ന -1നെ അപ്പുറത്ത് കൊണ്ടുപോകണം. അതായത് n = 128 + 1 എന്ന് കിട്ടും. അവിടുന്ന് n = 129 എന്ന് കിട്ടും.
അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 129. അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം ഇതാണ്: 10⁴499 എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 499, ഓപ്ഷൻ ബി 500, ഓപ്ഷൻ സി 501, ഓപ്ഷൻ ഡി 498. ഇത്തരമൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. 10n അക്കങ്ങളുടെ എണ്ണം കാണാൻ n-ന്റെ കൂടെ 1 കൂട്ടുക. അതായത് 10n അക്കങ്ങളുടെ എണ്ണം n+1. ഇവിടെ നമുക്ക് 10n എന്നുള്ളത് 10⁴499 ആണ്. അതായത് n = 499. അപ്പോൾ 10⁴499 അക്കങ്ങളുടെ എണ്ണം കാണാൻ 499ന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. ഉത്തരം ഓപ്ഷൻ ബി 500. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം വളരെ എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. 8 സംഖ്യകളുടെ ശരാശരി a, 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ a+2, ഓപ്ഷൻ ബി a+16, ഓപ്ഷൻ സി 8a+2, ഓപ്ഷൻ ഡി 8a+16. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 8 സംഖ്യകളുടെ ശരാശരി a. അടുത്തതായിട്ട് നമ്മൾ അപ്പോൾ 8 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ശരാശരിയും എണ്ണവും തമ്മിൽ ഗുണിക്കണം. അപ്പോൾ നമുക്ക് 8 സംഖ്യകളുടെ തുക 8a എന്ന് കിട്ടും. അപ്പോൾ 8 സംഖ്യകളുടെ തുക 8a ആണ്. 14 ഉപയോഗിച്ച് കണ്ടപ്പോഴായിരുന്നു തുക 8a. എന്നാൽ 14ന് പകരം ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 30 ആണ്. അപ്പോൾ ഇവിടെ 14ന് പകരം 30 വരുമ്പോൾ തുകയിലും ആ മാറ്റം സംഭവിക്കും. അതായത് തുകയിൽ 16 കൂടും. അതായത് നമുക്ക് എഴുതാം 14 എന്ന സംഖ്യ 30 ആക്കിയാൽ തുക 8a+16 ആയിരിക്കും. അപ്പോൾ നമ്മൾ 14 എന്ന സംഖ്യ 30 ആക്കിയപ്പോൾ 8 സംഖ്യകളുടെ തുക കിട്ടി 8a+16. അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പുതിയ ശരാശരി എത്ര എന്നുള്ളതാണ്. അതായത് 8 സംഖ്യകളുടെ പുതിയ ശരാശരി കാണാൻ 8a+16നെ എണ്ണമായിട്ടുള്ള 8 കൊണ്ട് ഹരിക്കുക. 8a+16ൽ നിന്നും നമ്മൾ 8 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 8 × a+2 / 8 എന്ന് കിട്ടും. അവിടുന്ന് അംശത്തിലെ 8ഉം ഛേദത്തിലെ 8ഉം തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് a+2 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ a+2. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: തുല്യ വ്യാപ്തമുള്ള 2 വൃത്തസ്തൂപികളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 25 അംശബന്ധം 16, ഓപ്ഷൻ ബി 16 അംശബന്ധം 25, ഓപ്ഷൻ സി 8 അംശബന്ധം 10, ഓപ്ഷൻ ഡി 12 അംശബന്ധം 15. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമവാക്യമുണ്ട്. വൃത്തസ്തൂപികളുടെ വ്യാപ്തം കാണാനുള്ള സമവാക്യമാണ് 1/3 πr²h. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു 2 വൃത്തസ്തൂപികളുടെ വ്യാപ്തങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യ വൃത്തസ്തൂപികയുടെ ആരത്തെ r1 എന്നും ഉയരത്തെ h1 എന്നും എടുക്കാം. രണ്ടാമത്തെ വൃത്തസ്തൂപികയുടെ ആരത്തെ r2 എന്നും ഉയരത്തെ h2 എന്നും എടുക്കാം. 1/3 πr1² h1 = 1/3 πr2² h2. 1/3 പൈയും 1/3 പൈയും തമ്മിൽ വെട്ടിപ്പോയിട്ട് നമുക്ക് r1² h1 = r2² h2 എന്ന് കിട്ടും. അവിടുന്ന് r1 എന്നുള്ളത് 4 ആണ്, r2 എന്നുള്ളത് 5 ആണ്. വിലകൾ കൊടുക്കുമ്പോൾ 4² h1 = 5² h2 എന്ന് കിട്ടും. അതായത് 16 h1 = 25 h2 എന്ന് കിട്ടും. അവിടുന്ന് h1:h2 = 25:16 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് h1:h2 = 25:16 എന്ന് കിട്ടും. ഇത് എങ്ങനെയാണ് ഇവിടെ എഴുതിയതെന്നുള്ളത് അംശബന്ധവും അനുപാതവും എന്ന പാഠത്തിൽ നിങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 25:16. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 25:16. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്